മുൻപ് വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് കാട്ടി മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ 3 മലയാളികൾ എന്നാണ് പറഞ്ഞിരുന്നത്. തന്റെ മകളുടെ പേര് വിട്ടുപോയതിൽ ഏറെ വിഷമമുണ്ടെന്ന് ആൻ ടെസയുടെ അച്ഛൻ ബിജു എബ്രഹാം പ്രതികരിക്കുകയുണ്ടായിരുന്നു. തീർച്ചയായും അത്തരത്തിലൊരു ആശയക്കുഴപ്പം നേരത്തെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. തുടരുക, ഇപ്പോൾ ആൻ ടെസയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ബിജു, വളരെയധികം സന്തോഷമാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ടെസ തിരിച്ചെത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവിടെയുള്ള സന്തോഷ വിശേഷങ്ങൾ? സന്തോഷ വിശേഷം എന്ന് പറഞ്ഞാൽ അവളൊരു 3:30 ആയപ്പോൾ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ഞാനിപ്പോ അവളെ എടുത്തോണ്ട് കോട്ടയത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നാ സന്തോഷമുണ്ട്. കാര്യം ഒരുപാട് വേദനിച്ചു, ദുഃഖിച്ചു. ഇപ്പം ദൈവത്തിന്റെ കൃപയാൽ അവളെ എത്തിയപ്പോൾ ഒരുപാട് ദൈവത്തിന് നന്ദി പറയാണ്. അതോടൊപ്പം ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യാം. ബിജു, മകൾക്കൊന്ന് ഫോൺ ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുമോ? ടെസയുടെ ഒരു പ്രതികരണം നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. മകൾക്ക് ഈ ഒരു അവസരത്തിൽ ഫോൺ നൽകാൻ സാധിക്കുമോ? അവള് വണ്ടിയെ കിടന്ന് ഉറങ്ങുകയാണ്. അവള് ഭയങ്കര ടയേർഡാ. അത് തന്നെയാണ് ആദ്യം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. മുഖ്യമന്ത്രി വിദേശകാര്യ മന്ത്രിക്ക് അയച്ച കത്തിൽ 3 മലയാളികൾ എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബിജു പ്രതികരിച്ചിരുന്നു തന്റെ മകളുടെ പേര് വിട്ടുപോയതിൽ ഏറെ വിഷമമുണ്ടെന്ന്. അപ്പോൾ കേന്ദ്ര സർക്കാർ ശരിക്കും ബിജുവിനെ സഹായിച്ചു എന്ന് തന്നെയല്ലേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? സംസ്ഥാന സർക്കാർ വിട്ടുപോയെങ്കിലും കേന്ദ്ര സർക്കാർ അനുയോജ്യമായ ഒരു നടപടി തന്നെയല്ലേ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സഹായിക്കുകയാണ് ചെയ്തത്. ശരി, അത് തന്നെയാണ്. ഏറെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ ഒരു വിജയമായി തന്നെ കാണുന്നു എന്ന് ടെസയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ നയതന്ത്ര ഇടപെടൽ വിജയമെന്ന് തന്നെ പറയാൻ സാധിക്കുന്നു. ഇറാൻ പിടികൂടിയ ഇസ്രയേൽ കപ്പൽ MS ഏരിയസിലെ ഭാരതീയ ജീവനക്കാരിയെ വിട്ടയച്ചിരിക്കുന്നു. തൃശൂർ സ്വദേശി ആൻ ടെസ ജോസഫിനെയാണ് വിട്ടയച്ചത്. ആൻ ടെസ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ടെന്നും കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നതായിട്ടും ആൻ ടെസയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നു.